ഹായ് പ്രിയമുള്ളവരെ, ഞാൻ ഷൈജു കൃഷ്ണകാവ്. ടെമ്പിൾ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെമ്പിൾ വീഡിയോസിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പുതിയൊരു വീഡിയോ സമർപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, പറശ്ശിനി മടപ്പുര ക്ഷേത്രം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്റെ മറ്റൊരു ചാനലിൽ പറശ്ശിനിയിലേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോയത് അത് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഇത് അങ്ങനെയല്ല. പറശ്ശിനി മടപ്പുരയിൽ ഇന്ന് ഉത്സവമാണ്. തിരുവപ്പന ഉത്സവം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ തിരുവപ്പന ഉത്സവം കണ്ണൂർ ദേശക്കാരെല്ലാം ഒരുവിധം കണ്ടിട്ടുള്ളവരാണ്. എന്നാൽ മറ്റുള്ള ദേശക്കാർ അധികം കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ തിരുവപ്പന ഉത്സവം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. അതിന് മുന്നോടിയായി മറ്റൊരു വാർത്തയും കൂടി അറിയിക്കുകയാണ്. ഞാനും അമ്മയും ശബരിമലയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഡിസംബർ 1 മാലയിട്ട് ഇനി ശബരിമലയ്ക്ക് പോകാനുള്ള കാത്തിരിപ്പിലാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം വേണം. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഭക്തിസാന്ദ്രമായ എല്ലാത്തരം വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നു ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം തിരുവപ്പന മഹോത്സവത്തിന് ഒരുങ്ങി നിൽക്കുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ ഉദയസൂര്യനെ നോക്കിക്കൊണ്ട് തന്നെ അതിമനോഹരമായ രീതിയിൽ മേൽക്കൂരയും മറ്റു അനുബന്ധ ഭാഗങ്ങളും ക്ഷേത്രത്തിന്റെ അനുബന്ധ ഭാഗങ്ങളുമൊക്കെ വൈദ്യുത ദീപങ്ങൾ കൊണ്ട് വർണ്ണാഭമാക്കി മാറ്റി തീർത്തിരിക്കുകയാണ്. ഈ കാഴ്ച തൊട്ടടുത്തുള്ള പാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ്. തൊട്ടടുത്തുള്ള പാലത്തിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിദൂര ദൃശ്യം കാണുവാനായി സാധിക്കും. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. നിരവധിയായ വാഹനങ്ങൾ ക്ഷേത്രത്തിലേക്ക് തന്നെ പോകുന്നുണ്ട്. വശങ്ങളിലെല്ലാം ട്യൂബ് ലൈറ്റുകൾ കെട്ടിയിട്ടുണ്ട്. ഈ കാണുന്ന കാഴ്ച എന്നാൽ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ആ പടവുകൾ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ടുള്ള കാഴ്ചയാണ്. അങ്ങ് വിദൂരത്താണ് ആ ക്ഷേത്ര സന്നിധി ദൃശ്യമാകുന്നത്. നമ്മൾ ഏറ്റവും മുകളിൽ നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇനി താഴേക്ക് പോകാം. ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടവും വ്യത്യസ്തമല്ല. ആ വിദൂരത്ത് നിന്ന് കണ്ട കാഴ്ചയേക്കാൾ വളരെ മനോഹരമാണ് തൊട്ടടുത്തു നിന്നുള്ള കാഴ്ചയും. കാൽപാദങ്ങളും കൈകളും കഴുകി ഇനി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റു കാഴ്ചകൾ കാണാം. പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ വഴിപാട് കൗണ്ടർ കാണുവാനായി സാധിക്കും. പറശ്ശിനി മടപ്പുര മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം 2 തുടങ്ങി ഡിസംബർ 2 ആരംഭിച്ച് രാവിലെ 9:47 10:10 മധ്യേ PM സതീശൻ മടയന്റെ സാന്നിധ്യത്തിൽ മടമന ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവത്തിന് കൊടിയേറ്റ് നടത്തപ്പെടും. ഉച്ചയ്ക്ക് തറവാട്ടിലെ മുതിർന്ന സ്ത്രീ വ്രതശുദ്ധിയോടുകൂടി തയ്യാറാക്കിയ നിവേദ്യങ്ങൾ ശ്രീകോവിലിൽ സമർപ്പിക്കും. തുടർന്ന് വൈകിട്ട് 3 മണി മുതൽ മലയിറക്കൽ, 3:30 തയ്യിൽ തറവാട്ടുകാരുടെ പൂർവിക ആയോധന കലയും അഭ്യാസവും കൂടാതെ കാഴ്ചവരവും ക്ഷേത്രത്തിൽ പ്രവേശിക്കും. തുടർന്ന് തലശ്ശേരി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ 15ഓളം ദേശക്കാരുടെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചവരവുകൾ മുത്തപ്പ സന്നിധിയിൽ പ്രവേശിക്കുന്നതാണ്. സന്ധ്യയ്ക്ക് മുത്തപ്പന്റെ വെള്ളാട്ടവും തുടർന്ന് അന്ത്യശിവലിക്ക് പറശ്ശിനി മടപ്പുര കുടുംബാംഗങ്ങളും കാഴ്ചക്കാരും കുന്നുമ്മൽ തറവാട്ടിലേക്ക് കലശം എഴുന്നള്ളിപ്പുമായി പുറപ്പെടും. ശേഷം പഞ്ചവാദ്യ സംഘങ്ങളോടൊപ്പം കലശം എഴുന്നള്ളിച്ച് മടപ്പുരയിൽ പ്രവേശിക്കും. 3 പുലർച്ചെ പുത്തരി തിരുവപ്പന ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആദ്യ തിരുവപ്പന 5:30 ആരംഭിക്കും. 3-നും 4-നും സന്ധ്യയ്ക്ക് വെള്ളാട്ടവും 4-നും 5-നും രാവിലെ തിരുവപ്പനയും ഉണ്ടായിരിക്കും. 5-ന് വൈകിട്ട് 3 മുതൽ 5 വരെ മാത്രമേ വെള്ളാട്ടവും 6-ന് രാവിലെ നടക്കുന്ന കലാശക്കൊട്ടോടുകൂടി കൊടിയിറക്കൽ, സന്ധ്യയ്ക്ക് വെള്ളാട്ടവും ഉണ്ടായിരിക്കും. 7 മുതൽ രാവിലെ പതിവ് പോലെ തിരുവപ്പന, വൈകിട്ട് വെള്ളാട്ടവും എന്നീ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. ക്ഷേത്രസന്നിധിയിലേക്ക് എത്തി ഈ ഒരു കാഴ്ച കാണുവാൻ ലഭിക്കുന്ന ആ ഭാഗ്യം അത് വളരെ വലുതാണ്. തിരുവപ്പന ക്ഷേത്ര ഉത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് ഈ ക്ഷേത്രത്തിൽ അതിഗംഭീരമായ ആൾക്കൂട്ടം അല്ലെങ്കിൽ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വളരെ മനോഹരമായ ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭ്യമാകുന്നത്. ഈ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളവരും അല്ലാത്തവരും എല്ലാവരും തന്നെ ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. തിരുവപ്പന ഉത്സവം കണ്ടിട്ടുള്ളവരും ഇല്ലാത്തവരും അത് കമൻറ്റിലൂടെ ടെമ്പിൾ വീഡിയോസിനെ അറിയിക്കുക. വോയിസ് ഓവർ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഉത്സവം നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടുകൊള്ളുക.